നരേന്ദ്രമോദിജിയെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. PM-ന്റെ അടുത്ത് ഞാൻ സംസാരിച്ചു, ഇങ്ങനെ പാർലമെന്റിൽ പോയി പ്രസംഗിക്കാൻ പറ്റി എന്നൊക്കെ സംസാരിച്ചു. അപ്പോഴാണ് ഇങ്ങനെ കൈവച്ച് അനുഗ്രഹിച്ചത്. മോർ ദാൻ ദാറ്റ് ഐ വുഡ് സേ, ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന നിലയിൽ ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുക എന്ന് തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ആസ് എ സിവിൽ സർവൻറ്റ് നമ്മൾ നമ്മുടെ കൺട്രിയിലെ തന്നെ ഹയസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ മീറ്റ് ചെയ്യുക, അനുഗ്രഹമൊക്കെ കിട്ടുക എന്ന് പറയുന്നത് നമുക്കൊരു മോട്ടിവേഷൻ പോലെയാണ്. സോ ഐ ഫെൽറ്റ് വെരി ഹാപ്പി. വളരെ നാളായിട്ട് കാത്തിരുന്ന ഒരു റിസൾട്ടാണ്. കാരണം ഞാൻ ആദ്യത്തെ 2 അറ്റംപ്റ്റിൽ പ്രിലിംസ് കയറിയിട്ടില്ല. അപ്പോൾ ഈ 2 അറ്റംപ്റ്റിൽ ഫെയിൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു ഡൗട്ടാവും. ആദ്യത്തെ സ്റ്റേജ് തന്നെ കയറാൻ പറ്റിയില്ല, പിന്നെ എങ്ങനെയാണ് ഈ 3 സ്റ്റേജും നമ്മൾ കടക്കുന്നതെന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ എങ്ങനെയൊക്കെയോ മനസ്സിൻ്റെ ആ ഒരു ധൈര്യം വെച്ചിട്ട്, പിന്നെ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടും കൂടി ഈ 3 സ്റ്റേജും കടന്നു കിട്ടിയത് മാത്രമല്ല, ആ PDF-ൽ എൻ്റെ ഒരു പേരുണ്ടെന്ന് പറയുമ്പോൾ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ്. ഇപ്പൊ ഞങ്ങളെല്ലാവരും മനുഷ്യയെ ആദ്യം ശ്രദ്ധിക്കുന്നത് പാർലമെന്റിൽ അംബേദ്കറെ കുറിച്ച് നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ തന്നെ വലിയൊരു വാഗ്ദാനമാണ് ഭാരതത്തിന് എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പൊ ഇന്ന് അത് നിറവേറിയിരിക്കില്ലേ? എങ്ങനെയാണ് ഒരു സിവിൽ സർവീസ് സ്വപ്നം ഉണ്ടാകുന്നത്? എങ്ങനെയാണ്? കൊച്ചിലെ നമ്മളൊരു തമാശക്കൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ നോട്ട്ബുക്കിന്റെ ഫ്രണ്ടിലൊക്കെ മൈ അംബിഷൻ എന്താന്ന് ടീച്ചേഴ്സ് ഇങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് IIT എന്ന് എഴുതിയപ്പോഴത്തേക്ക് എനിക്കും വെച്ച് എന്തെങ്കിലും വേണമായിരുന്നു. ഞാൻ അങ്ങനെ തമാശയ്ക്ക് IAS ഓഫീസർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ സീരിയസ്നെസ് അത് വരുന്നില്ല. ഞാൻ എൻ്റെ ക്വിസ് ക്ലബിൻ്റെ കൺവീനർ ആയതുകൊണ്ട് നമുക്ക് ഈ ക്ലബ്സിൻ്റെ ഒരു വർക്കിംഗ് അറിയാനായിട്ട് ചീഫ് സെക്രട്ടറിയുമായിട്ടും ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ആയിട്ടും ഒക്കെ ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻസിൽ അവർ ചെയ്യുന്ന ആ ഒരു വർക്കിൻ്റെ ക്യൂരിയോസിറ്റിയും നമ്മൾ ബാക്കിയുള്ള ആ ഒരു ഫീൽഡ് ഓഫ് വർക്ക് കാണുമ്പോഴത്തേക്ക് ആ ഒരു ഏരിയയിലോട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നും. അതിനെപ്പറ്റി കൂടുതൽ നോക്കി വന്നപ്പോഴാണ് ഈ ഒരു ഏരിയ ചൂസ് ചെയ്യുന്നത്.